നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ബിനോയ് വിശ്വം പ്രതികരിച്ചത് CPIM നിലപാട് മനസ്സിലാക്കാതെ, വിമർശനവുമായി MV ഗോവിന്ദൻ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബിനോയ് വിശ്വം പ്രതികരിച്ചത് CPIM നിലപാട് മനസ്സിലാക്കാതെ എന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ. ഇടതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഒരു പൊട്ടിക്കലും അധോലോക പ്രവർത്തനവും പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നടത്താൻ അനുവദിക്കില്ല. അതാണ് പാർട്ടി നിലപാട്. ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല ബിനോയ് വിശ്വം പ്രതികരിച്ചതെന്നും അദ്ദേഹം വേറൊരു പാർട്ടിയാണെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു. ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റെയിൽവേ. ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് റെയിൽവേ. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റെയിൽവേയുടെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ RPF അന്വേഷണം നടത്തും. റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. പഞ്ചാബിൽ വെള്ളത്തർക്കത്തിന്റെ പേരിൽ വെടിവയ്പ്, 4 പേർ മരിച്ചു. പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ വെള്ളത്തർക്കത്തിന്റെ പേരിൽ വെടിവയ്പ്, 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞാണ് വെടിവയ്പുണ്ടായത്. വെടിവയ്പിൽ 4 പേർ മരിച്ചു. 60 റൗണ്ടോളം വെടിവെച്ചുവെന്നാണ് റിപ്പോർട്ട്. കൃഷിക്കായുള്ള വെള്ളത്തിന് വേണ്ടിയാണ് തർക്കമുണ്ടായത്. 2 സംഘങ്ങളിൽ നിന്നും 2 പേർ വീതമാണ് മരിച്ചത്. വിഴിഞ്ഞത്ത് കപ്പലെടുക്കാൻ 4 നാൾ, പൂർത്തിയാകാതെ റോഡ് കണക്ടിവിറ്റി, പ്രയോജനം തമിഴ്നാടിനാകുമെന്ന് മുന്നറിയിപ്പ്. കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ വികസന കുതിപ്പ് മുതലെടുക്കാൻ വിപുലമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ തുറമുഖ നിർമ്മാണം തുടങ്ങി പതിറ്റാണ്ടാകാറായിട്ടും മികച്ച റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കാൻ പോലും സർക്കാരിനായിട്ടില്ല. അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരളം പിന്നോട്ട് പോയാൽ പ്രയോജനം തമിഴ്നാടിനാകുമെന്നാണ് വ്യവസായ സംഘടനകളുടെ മുന്നറിയിപ്പ്. കാസർഗോഡ് സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം, 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ബാഡൂരിൽ കുട്ടികളെ കയറ്റാനായി പോകുകയായിരുന്ന സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം, 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുനിൽ സ്കൂളിന്റെ ബസ്സാണ് ബാഡൂർ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞത്. വിദ്യാർത്ഥികളെ കയറ്റാനായി പോകുമ്പോഴായിരുന്നു അപകടം. ഈ സമയത്ത് വളരെ കുറച്ച് കുട്ടികളെ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനാൽ വലിയ അപകടം ഒഴിവായി. വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല. വിദ്യാർത്ഥിനിക്ക് ST നൽകിയില്ല, സുഹൃത്തുക്കളുമായി എത്തി സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചു, പോലീസ് കേസ്. കോട്ടയത്ത് വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമെന്ന് പരാതി. ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് ST നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് മർദ്ദനമേറ്റതെന്നാണ് പരാതി. കണ്ടക്ടറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. യൂണിഫോമും കൺസെഷൻ കാർഡും ഇല്ലാതെ ST ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയുടെ യാത്ര ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. ചികിത്സിക്കാൻ പണമില്ലെന്ന് പാകിസ്ഥാനിൽ 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ അച്ഛൻ ജീവനോടെ കുഴിച്ചുമൂടി. പാകിസ്ഥാനിൽ 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പിതാവ് അറസ്റ്റിലായി. പാകിസ്ഥാനിലെ സിദ്ധിയിലുള്ള തരുഷ മേഖലയിലാണ് സംഭവം. തയ്യബ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി പാകിസ്ഥാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരുവന്നൂർ കേസ് രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറണം, EDക്ക് ഹൈക്കോടതി നിർദ്ദേശം.
കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിന്റെ രേഖകൾ കൈമാറണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ അനുകൂല ഉത്തരവുമായി കേരള ഹൈക്കോടതി. ക്രൈംബ്രാഞ്ചിന് കേസ് രേഖകൾ കൈമാറാൻ ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. ക്രൈംബ്രാഞ്ച് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് രേഖകൾ കൈമാറാനാണ് നിർദ്ദേശം. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി. കുതിപ്പിന് ആശ്വാസം. സംസ്ഥാനത്തെ സ്വർണ്ണവില കുറഞ്ഞു. സംസ്ഥാനത്തെ സ്വർണ്ണവില കുറഞ്ഞു. 1 ഗ്രാം സ്വർണത്തിന് 20 രൂപയും 1 പവൻ സ്വർണത്തിന് 160 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന് 6745 രൂപ എന്ന നിലയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് 1 പവൻ സ്വർണത്തിന് 53,960 രൂപയുമായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.